നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കര വരട്ടി, ഓണ സ്പെഷ്യൽ. പണ്ട് പാക്കറ്റിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഇതെങ്ങനെയാ അപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര കണ്ട് എളുപ്പമായിരുന്നോ എന്ന് അറിഞ്ഞില്ല. യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടുണ്ടാക്കിയ ശർക്കര വരട്ടിയാണ്. എന്തായാലും സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ച ഏത്തക്കൊലയിൽ നിന്ന് 5-6 ഏത്തക്കായ ഇങ്ങ് മുറിച്ചെടുക്കാം. കായ്ക്ക് നല്ല കറ ആയതുകൊണ്ട് തന്നെ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണേ. ഓരോ കായുടെയും മൂടും തലയും വെട്ടി നീളത്തിൽ തൊലിയുടെ ഭാഗം വരിഞ്ഞ് തൊലി അടർത്തിയെടുത്തു. കത്തി കൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തു. കായ് 2ആയി മുറിച്ച് വെള്ളത്തിലേക്കിട്ടു. കറ പോകാനാണ് നേരിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നത്. കാ വെള്ളത്തിൽ നിന്ന് എടുത്ത് നടുകെ പിളർന്ന് ചെറിയ കട്ടിയുള്ള കഷ്ണങ്ങളായി അരിഞ്ഞു മാറ്റാം. ഇങ്ങനെ ഓരോന്നായി അരിഞ്ഞു. അരിഞ്ഞ കൂട്ടെല്ലാം വെള്ളത്തിലേക്കിട്ടു. അത് 3-4 വെള്ളം കഴുകി കറയെല്ലാം കളഞ്ഞ് ഊറ്റിയെടുക്കാം. ഇനി 2-3 സ്പൂൺ അരി ഒന്ന് വറുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചൊന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ ജീരകവും ഏലക്കയും പൊടിച്ചു വെക്കാം. ചുക്കുപൊടിയും എടുത്തു വെക്കാം. ഇനി ചൂടായ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലപോലെ ചൂടാകുമ്പോൾ ഊറ്റി വെച്ചിരിക്കുന്ന കാ എണ്ണയിലേക്കിടാം. നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഈ കായ ഇടേണ്ടത്. ഒന്ന് ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെച്ച് വറുക്കാം. അല്ലെങ്കിൽ അകം വെന്ത് വരാൻ പാടായിരിക്കും. കട്ടിയുള്ള കഷ്ണങ്ങളല്ലേ. ചെറു തീയിൽ കിടന്നൊന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കാം. കായ്ക്ക് കിലുകില ശബ്ദം വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് വെള്ളം തളിക്കാം. അപ്പോൾ ആ വെള്ളം വറ്റുന്നവരെ കുറച്ചുകൂടെ ഒന്ന് മൂക്കുമല്ലോ. ഒന്നിളക്കി വെള്ളമെല്ലാം വലിഞ്ഞ് ദാ ചിപ്സിന് ഈ നിറമാവുമ്പോൾ ഒരു അരിപ്പയിലേക്ക് കോരാം. കോരിയ ചിപ്സ് ഒരു പാത്രത്തിലേക്കിട്ട് തണുപ്പിക്കാം. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് ശർക്കരയും പേരിന് കുറച്ച് വെള്ളവും ഒഴിച്ച് ശർക്കര പാനിയാക്കാം. ഉരുളിയിലേക്ക് ശർക്കര അരിച്ചൊഴിക്കാം. കല്ലും പൊടിയുമൊക്കെ കാണും. അതിനാണ് പാനി അരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചാരയും ഇട്ട് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇളക്കി പാനി ഉണ്ടാക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ കോരി കഴിയുമ്പോൾ നൂല് പോലെ ആകണം. അല്ലെങ്കിൽ കൈകൊണ്ട് ഒന്ന് തൊട്ട് വലിച്ചു നോക്കുമ്പോൾ സ്ട്രിങ് പോലെ വന്നാൽ പാനി തയ്യാർ. ഇനി തീ ഓഫ് ചെയ്യാം. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ് ഇട്ട് ഒന്നിളക്കാം. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം. രണ്ട് ടീസ്പൂൺ ചുക്കുപൊടി, 3/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/2 ടീസ്പൂൺ അരിപ്പൊടി എന്നിവയിട്ട് കൈയെടുക്കാതെ ഇളക്കാം. ഈ കൂട്ടെല്ലാം എല്ലാത്തിലും ഒരുപോലെ പിടിക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാനി എല്ലാത്തിലും പിടിച്ച് പാനി തണുത്ത് തണുത്ത് വരുമ്പോൾ ശർക്കര വരട്ടിയുടെ ടെക്സ്ചറും മാറി മാറി വരും.
പതിയെ പതിയെ കട്ടിയായി തുടങ്ങി ശർക്കര വരട്ടി ഓരോന്നായി വിട്ട് വരും. ഇതിപ്പോ കൊള്ളാലോ പരിപാടി എന്ന് തോന്നിപ്പോയി. ഞാനും ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടാണേ. നല്ല ചുക്കുപൊടിയുടെ ഫ്ലേവറൊക്കെ ഉള്ള ശർക്കര വരട്ടി റെഡിയായിട്ടുണ്ട്. എന്തായാലും കൊള്ളാല്ലേ. തണുത്ത ശർക്കര വരട്ടി ഒരു പാത്രത്തിലേക്ക് കോരാം. ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് വെച്ചിരുന്ന ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം.